രാവിലത്തെ നല്ലൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. അമ്മ രാവിലെ വിളക്കൊക്കെ വെച്ചു, രാമായണം വായിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് വിളക്കൊക്കെ വെച്ചതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ രാവിലത്തെ പരിപാടിയിൽ തന്നെ ഫുഡിങ്ങിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് തക്കാളി എടുത്തപ്പം ശരിക്കും 2 കണ്ണിരിക്കുന്ന പോലെ ഇല്ലേ, അത് ഞാനിങ്ങനെ അരിഞ്ഞിങ്ങനെ വന്നപ്പോഴത്തേനാണ് അതിങ്ങനെ ശ്രദ്ധിച്ചത്. കേടായിരിക്കുമെന്ന് ചെയ്യുന്നു, പക്ഷെ കേടല്ല, ഇങ്ങനെ എന്താ പറയുന്നൊരു ശരിക്കും 2 കണ്ണെടുത്ത് വെച്ചിരിക്കുന്ന പോലെ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ആ പോർഷൻ മാത്രമേ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താണ്. കുറച്ച് എന്താ പറയുന്നത് ബാക്കി വെജിറ്റബിൾസിൻ്റെ ഇങ്ങനെ നമ്മൾ കളയുന്ന ഭാഗമൊക്കെ വെച്ചിട്ട് ഇതൊരു രൂപമാക്കി എടുക്കാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. അങ്ങനെ നമ്മളിതേ ദോശയിൽ ആരംഭിക്കുകയാണ് കേട്ടോ. കുറച്ച് ദോശ, കുറച്ച് ഇഡലി, അങ്ങനെയാണ് ദോശയൊക്കെ ഉണ്ടാക്കി. അതിൻ്റെ കൂടെ നല്ല സാമ്പാറും ഉണ്ട്, പിന്നെ നമ്മുടെ വെള്ളച്ചമ്മന്തി ഉണ്ട്. ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ രാവിലെ കഴിക്കാൻ പോകുന്നത്. പിന്നെ മുട്ടയുണ്ട് ഈ കൂടെ, അതെനിക്ക് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. ഇപ്പം നമ്മുടെ വീഡിയോസ് കാണുന്ന ഒട്ടുമിക്ക എല്ലാവർക്കും തന്നെ അറിയാം, രാവിലെ നമ്മൾ ഏത് ഭക്ഷണത്തിൻ്റെ കൂടെ ആണെങ്കിലും മുട്ടയും കാണുന്നത്. സാമ്പാറിൽ ഇങ്ങനെ മുക്കി ആ ചമ്മന്തിയിൽ മുക്കി കഴിക്കണം, നല്ല ടേസ്റ്റാണ്. എന്താ പറയുന്നത് ഒരു എന്താ പറയുന്നത് എല്ലാവരും തന്നെ ഇഷ്ടപ്പെടുന്നൊരു ഭക്ഷണമല്ലേ ദോശയും സാമ്പാറും ചമ്മന്തിയൊക്കെ. അപ്പോൾ ഇതൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ നമ്മുടെ രാവിലത്തെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് കുറച്ച് ക്ലിയർ ആകാൻ എന്താ പറയുന്നത് സൗണ്ടിൽ മഴ നന്നായിട്ട് പെയ്യുന്നുള്ളത് കൊണ്ട്, റെക്കോർഡ് ചെയ്യുന്ന ടൈമിലും ഒക്കെ മഴ പെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ ആ സൗണ്ട് കുറച്ച് ഡിസ്റ്റർബ് ആയിരിക്കും. ഇപ്പം മൊത്തം അങ്ങനെയല്ലേ, ഏത് സമയവും മഴയല്ലേ. അപ്പം മഴയൊക്കെ ഇങ്ങനെ രാവിലെ തൊട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും. രാവിലെ തൊട്ടെന്നല്ല, രാത്രി തൊട്ടേ ഫുൾ ടൈം മഴയാണ്. മഴയൊന്ന് തോർന്ന സമയത്ത് വെളിയിലേക്ക് ഇറങ്ങി, അപ്പോഴാണ് അമ്മ ഇങ്ങനെ പറഞ്ഞു നമ്മുടെ ആ കയറിപ്പോയ ചെടിയിൽ ഒരു കായ ഉണ്ടായിട്ടുണ്ടെന്ന്. ഫെബ്രുവരിയിൽ വെച്ചതാണ്. അതിങ്ങനെ നോക്കി ഇരുന്നിട്ട് ഒരുപാട് കയറ്റം കയറിയിട്ട് ഒന്നും കായ ഉണ്ടാകുന്നില്ല. പക്ഷെ അമ്മ ഇന്നും നടക്കാൻ ഇറങ്ങിയപ്പോൾ ഒരു കാ കണ്ടുപിടിച്ചു. നിങ്ങൾക്കത് കാണാൻ പറ്റുമോ എന്നറിയില്ല, നല്ല അവിടെ ഷെയ്ഡായതുകൊണ്ട് അതേ ആ കാണുന്നത് കുമ്പളമാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല ഷെയ്ഡായതുകൊണ്ട് തന്നെ അത് കാണാനും കുറച്ച് പാടായിരുന്നു, എങ്കിലും ഭയങ്കരമായിട്ട് സന്തോഷമായി കേട്ടോ. ഇത് ഉള്ളി കുറച്ച് ഞാൻ ചുമ്മാ ഒന്ന് വെച്ച് നോക്കിയത്, അതുമൊക്കെ അതേ മുളച്ച് ഇത്രയായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഉള്ളി വെച്ചിട്ട് അത് ചീഞ്ഞു പോയി, കുറേയൊക്കെ ഉണ്ടായില്ല. അപ്പം ഇതുമൊക്കെ കിളിർത്തിട്ടുണ്ട്. മഴ ചന്നം പെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതിൽ കായായപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഒത്തിരി നാളായിട്ട് ഇങ്ങനെ നോക്കി നമ്മളിരിക്കുന്ന അതിലൊരു കായ ഉണ്ടായി കാണാൻ. പക്ഷെ കാണാൻ മാത്രമല്ല, ചെറുതാണ്, എന്നാലും ഒരുപാട് സന്തോഷം. മഴയും വെയിലും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുറുക്കൻ്റെ കല്യാണം തോന്നുന്നു. മഴയും വെയിലും ഇപ്പം ഞാൻ ദേവൂട്ടനെ അത് വിളിച്ച് കാണിക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.